ഇവിടെ മനുഷ്യന് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പല നിയമങ്ങളും വന്ന് അതിൻ്റെയൊക്കെ പേരിൽ അസ്വസ്ഥതയായിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ചോദ്യം, എന്താണ് ദൈവം? ആരാണ് ദൈവം? നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദൈവം എന്താണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഒരു റിയൽ ഉത്തരം കണ്ടെത്താത്തത്തോളം കാലം ഈ തർക്കങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ തർക്കങ്ങൾ ഉണ്ടാവുന്നത് സാങ്കല്പികമായ ദൈവങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇന്നലകളിലെ ദൈവങ്ങൾക്കാണ്, മരിച്ചുപോയ ദൈവങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ സാങ്കല്പികമായിട്ട് ഈ തർക്കങ്ങൾ ഉണ്ടാവുന്നത്. റിയലായിട്ടുള്ളൊരു ദൈവം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. ഈ സൂര്യൻ ഈ ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ കുറച്ച് ഗ്രഹങ്ങൾ വേറെയുണ്ട്. അതിനിടയിൽ ഇത്തിരി കുഞ്ഞനായിട്ടുള്ളൊരു കൊച്ചു ഗ്രഹം, നല്ല മനോഹരമായുള്ള ഈ ഗ്രഹം, ഈ ഭൂമി എന്ന് പറഞ്ഞ ഗ്രഹമുണ്ട്. ഇതിലൂടെ മില്യൺ ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങൾ അതിനപ്പുറത്തോട്ടുണ്ട്. ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ ലോയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ചലനങ്ങൾക്കെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന എന്തോ ഒരു ഇൻ്റലിജൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഈ ഭൂമിയെ ഇതിനനുസരിച്ചുള്ള നമുക്ക് ജീവിക്കാൻ പാകത്തിലാക്കിയ എന്തോ ഒരു ഇൻ്റലിജൻസ്. നോക്കൂ, ഈ ഭൂമിയുടെ ഈ ചുറ്റുപാടുകളിലും ഈ വായു, അന്തരീക്ഷം, ഇതെല്ലാം നമുക്ക് ജീവിക്കാൻ യോഗ്യമാണ്. ഇതിൻ്റെ താഴെ ജലം, ഇതെല്ലാം നമുക്ക് യോഗ്യമാണ്. ചെറിയൊരു ഭൂമിയിലാണ് ഇത്രയും ചെറിയ ആർക്കിടെക്ചർ നടന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചെറിയൊരു കുഞ്ഞു ഭൂമി, ഈ പ്രപഞ്ചം എന്ന വിശാലതയിൽ ഒരു ചെറിയൊരു കുഞ്ഞു ഭൂമിയിലാണ് ഇത്രയും വലിയ ആർക്കിടെക്ചർ ഉണ്ടാക്കി വെച്ചത്. ഇതിനപ്പുറത്തോട്ടുള്ള എത്രയോ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഇൻ്റലിജൻസ്, ദൈവമെന്നൊരു ഇൻ്റലിജൻസ്, ദൈവമെന്നൊരു ശക്തി. അവിടേക്ക് നമ്മുടെ ചിന്ത എത്തുന്നുണ്ടോ? ഇത് ഈ കാണുന്ന ഈ മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടായിട്ട് ഇപ്പോൾ എത്ര കാലമായി? പലപ്പോഴും ഒരു വർഷം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തൊട്ട് ഇന്ന് വരെയുള്ള സമയമാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തൊട്ട് ഇന്ന് വരെയുള്ള വർഷം, ഒരു വർഷത്തിൻ്റെ ദൈർഘ്യമാണെങ്കിൽ ആ അവസാന നിമിഷം ഉണ്ടല്ലോ, പുതുവത്സരം പിറക്കുന്നത്, ആ നിമിഷത്തിൻ്റെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് ടൈമിലാണ് മനുഷ്യനിവിടെ ഉണ്ടായത്. പക്ഷെ ദൈവമോ, ഇതൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻ്റലിജൻസ് ആയിട്ട് ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് മനുഷ്യൻ്റെ തലയിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ദൈവത്തിനെ വ്യാഖ്യാനിക്കുന്നു, ദൈവത്തിനെക്കുറിച്ച് തർക്കിക്കുന്നു. ഒരു മനുഷ്യനും ദൈവത്തെക്കുറിച്ച് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ തർക്കിക്കേണ്ട കാര്യമില്ല. മതങ്ങളെക്കുറിച്ച് മനുഷ്യൻ തർക്കിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അതൊരു യൂണിവേഴ്സൽ ഗോഡ്, ദൈവം, അത് ഈ പ്രപഞ്ചത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഭൂമി എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റേതല്ലാതെ എന്താ ഇവിടെ ഉള്ളത്? എന്താണ് ഇവിടെ ഉള്ളത്? എല്ലാ മതങ്ങളും, എല്ലാ ജാതിയും, എല്ലാ സൃഷ്ടികളും, സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം ദൈവത്തിൻ്റേതാണെന്ന് പറഞ്ഞൂടെ? ആണ്. എല്ലാത്തിലേക്കും ദൈവിക ശക്തി ഉണ്ടോയെന്ന് വെച്ചാൽ അതുമുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തർക്കിക്കണം എന്നുള്ളത് ദൈവനിശ്ചയമാണ്. തർക്കിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാവാൻ തടസ്സമാവരുത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ്. ഇപ്പം നോക്കിയാൽ തർക്കങ്ങളാണ്. മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ അസ്വസ്ഥമാവേണ്ട ഒന്നല്ല, സന്തോഷത്തോടെ ജീവിക്കേണ്ടതാണ്. മനുഷ്യന് അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യം കാത്തിരിക്കാനും പാടില്ല. അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യം വന്നാലും വന്നില്ലെങ്കിലും സ്വസ്ഥതയോടെ ജീവിക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ തനിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യം വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഈ ലോകത്ത് വരാൻ പോകുന്നില്ല. ഇനിയും ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതൊക്കെയുള്ള കാലത്ത് കൂടുതൽ ഡെവലപ്ഡ് ആയിരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നെവർ എക്സ്പെക്റ്റ് പ്രതീക്ഷിക്കാനേ പാടില്ല. അപ്പോൾ ദൈവവിഷയത്തിൽ നമ്മൾ തർക്കിക്കരുത്, പൊട്ടത്തരാണ്. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് എടുത്ത് നോക്ക്. ശരീരത്തിൻ്റെ ഓരോ സസൂക്ഷ്മ ലെവലുകൾ നിയന്ത്രിക്കപ്പെടുന്ന ദൈവം അല്ലേ? ആ ഒരു ദൈവം നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ വിശ്വാസത്തിനും ഇതിലൂടെയും നമ്മൾ ഉണ്ടാക്കിയ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജയിലിലടക്കപ്പെട്ട ദൈവമല്ല, ഭാവനയിലുള്ള ദൈവമല്ല, റിയലായിട്ടുള്ള ദൈവം, ശാസ്ത്രീയപരമായി വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്ന ദൈവം, ഏതൊരു മനുഷ്യനോടും ഒരേ നീതിയും ഏതൊരു സൃഷ്ടിയോടും ഒരേ ഒരു ഇതും കാണിക്കുന്ന ദൈവം. ഒന്ന് ആലോചിച്ച് നോക്ക്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലൂടെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ദൈവം, നമ്മുടെ കോശങ്ങൾക്കുള്ളിലുള്ള ചെറിയ മൈറ്റോകോൺട്രിയ തൊട്ട് ഓരോ എനർജി സോഴ്സ് വരെ
ത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം, അതിൽ ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പേരിൽ അസ്വസ്ഥത ഉണ്ടാവില്ല. ആരും തർക്കിക്കരുത്. എന്തൊക്കെയോ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോട്ടെ. പ്രതികരണം, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം കൊണ്ടും നമ്മൾ വഴിയിടരുത്. അസ്വസ്ഥതമായ മനസ്സ് നാടുകൾ എന്ത് സോഷ്യൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അസ്വസ്ഥത മനസ്സ് ക്രിയേറ്റ് ചെയ്യാൻ അത് കാരണമാക്കണം എന്നൊരു താല്പര്യമില്ല. സ്വസ്ഥതയും സമാധാനവും ശാന്തിയോടെ നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയാണ്. നമ്മുടെ ശരീരത്തിനും ഒരു മതമുണ്ട്. അതെല്ലാ മനുഷ്യർക്കും ഒരു മതമാണ് ശരീരത്തിൻ്റെ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ മനുഷ്യർക്കും ഒരൊറ്റ മതമേ ഉള്ളൂ. എല്ലാ സൃഷ്ടികൾക്കും പ്രപഞ്ചങ്ങൾക്കൊക്കെ ഒറ്റ മതമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് ഈ ഒരു ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലൂടെ നിയന്ത്രിക്കപ്പെടുന്നൊരു ഇതാണ്. അതിന് നിങ്ങളെ മതത്തിൻ്റെ ഏത് ആൾക്കാർ മതത്തിൻ്റെ പേരിട്ട് വിളിച്ചോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനൊക്കെ ഒരൊറ്റ യൂണിവേഴ്സൽ ലോ മാത്രമേ ഉള്ളൂ. ആ യൂണിവേഴ്സൽ ലോ ആണ് പ്രപഞ്ചങ്ങളും നമ്മളെ സൃഷ്ടികളും മനുഷ്യനും എല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്നതും എല്ലാം അതിൻ്റെ ഒരു ഇച്ഛാശക്തി മുന്നോട്ട്. പിന്നെ എന്തിനാണ് നമ്മൾ തർക്കിക്കേണ്ട? നമ്മൾ ഓരോരുത്തരും നമ്മുടെ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി പറയുമ്പോഴും നമ്മുടെ ശരീരവും നമ്മളെ എനർജി ലെവലും ഒക്കെ ഒരേ ഒരു പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എന്തിനാണ് വ്യത്യാസങ്ങൾ കാണേണ്ടത്? ആകെ നമ്മൾ ചിന്തകളിലൂടെ ഉണ്ടാക്കിയെടുക്കുക വിശ്വാസങ്ങൾ, അല്ലെ നമുക്ക് ഇന്ന് കിട്ടിയ വിശ്വാസങ്ങൾ, അതും ഒരു സ്ട്രോക്കോ എന്തെങ്കിലും വന്നാൽ അതും അങ്ങില്ലാതാവും. പിന്നെ ഓനും ഈ യൂണിവേഴ്സൽ ഇതിലേക്ക് അവരും വരും. ഓക്കെ, എന്നാലും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ തർക്കിക്കേണ്ട, സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും സ്വസ്ഥമായ മനസ്സുമായിട്ട് മുന്നോട്ട് പോകൽ തന്നെയാണ് ഒരു ദൈവവിശ്വാസിക്ക് ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ? ദൈവവിശ്വാസങ്ങൾ തർക്കിക്കപ്പെടണമെന്നുള്ളതും അതിൻ്റെ പേരിൽ ഇതുണ്ടാക്കപ്പെടണമെന്നുള്ളത് യൂണിവേഴ്സൽ നിയമമാണെന്ന് പറഞ്ഞുകൂടാ. യൂണിവേഴ്സൽ നിയമമാണെന്ന് പറഞ്ഞു. അത് നമ്മുടെ ചിന്തകളിലൂടെയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഭാഗം മാത്രമാണ്. വിശ്വാസങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ, ഇതൊക്കെ സോഫ്റ്റ്വെയറുകളാണല്ലോ, നമ്മുടെ ശരീരമല്ലാതെ. അതിലൂടെ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ.